ഇത് കാണുന്നുണ്ടോ? നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ഓക്കെ, കാണാം സർ. ഓക്കെ. റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല, എന്റെ ലാപ്ടോപ്പ് സ്റ്റക്കായി. സോ റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അയച്ചു. ഓക്കെ, സോ നമ്മൾ ആദ്യം ഞാൻ വൺ സൈഡ് ലിമിറ്റ്സ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടക്കാം. ഓക്കെ, സോ നമ്മൾ ലിമിറ്റിന്റെ എക്സ്റ്റൻഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ലിമിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വേറെ എന്തെങ്കിലും കൺസെപ്റ്റിന്റെ ബേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് നമ്മൾ വൺ സൈഡഡ് ലിമിറ്റ്സ് എന്ന് വിളിക്കുന്നത്. വൺ സൈഡഡ് ലിമിറ്റ്സ്. ഈ വൺ സൈഡ് ലിമിറ്റ്സ് പ്രധാനമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ കേസിലാണ് നമ്മൾ വൺ സൈഡ് ലിമിറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത്. അല്ലാതെ വേറെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കേസിലൊന്നും നമ്മൾ ഡിഫൈൻ ചെയ്തില്ല. ഓക്കെ, നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറയണമെങ്കിൽ ഐഡിയ ഈസ് ദാറ്റ് എക്സ് സിയിലോട്ട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി അപ്രോച്ചിങ് ടു എൽ. ഇതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ എക്സ് സിയിലോട്ട് അടുക്കുക എന്ന് വെച്ചാൽ സി ഒരു റിയൽ നമ്പർ ആണ്, വിച്ച് മീൻസ് ദിസ് നമ്പർ ഈസ് ഇൻ എ റിയൽ ലൈൻ. സോ സിയിലോട്ട് അടുക്കാൻ there are two distinct paths. One is through the left hand side, the other one is through the right hand side. So x സിയിലോട്ട് അടുക്കുക എന്ന് വെച്ചാൽ there are two different paths. X tends to C along the left hand side. അടുത്തത് x tends to C along the right hand side. ഓക്കെ, ഈ രണ്ട് പാത്താണ്. അപ്പോൾ ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ സിയിലോട്ട് എടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ സിയിലോട്ട് എടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ലെഫ്റ്റ് സൈഡിൽ കൂടെ സിയിലോട്ട് എടുക്കുക എന്ന് വെച്ചാൽ അപ്പോൾ അവിടുത്തെ കൺസിഡർ ചെയ്യുന്ന എല്ലാ എക്സുകളും സിയെ കാട്ടിലും ചെറുതാണ്. കാരണം നമ്മൾ സിയുടെ ലെഫ്റ്റ് സൈഡ് ഡിനോട്ട് ചെയ്യുന്ന എല്ലാ റിയൽ നമ്പേഴ്സും സിയെ കാട്ടിലും ചെറുതാണ്. ഇതാണ് പ്രത്യേകത. സോ വിച്ച് മീൻസ് അവിടെ സി മൈനസ് എക്സ് ആണ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, കാരണം എക്സ് സിയെ കാട്ടിലും ചെറുതാണ്, സി ആണ് വലുത്. അപ്പൊ സി മൈനസ് എക്സ് ആണ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എക്സ് സിയിലോട്ട് എടുക്കുന്നു along the റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ സിയുടെ റൈറ്റ് സൈഡിലുള്ള എല്ലാ എക്സുകളുടെയും പ്രത്യേകത ആ എക്സുകളെല്ലാം സിയെ കാട്ടിലും വലുതാണ്. സോ ഇവിടെ എക്സ് മൈനസ് സി ആണ് ഗ്രേറ്റർ ദാൻ 0. ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, മനസ്സിലായി സർ. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എക്സ് ടെൻസ് ടു സി ത്രൂ എനി ഓഫ് ദീസ് പാർട്സ്. എക്സ് സിയിലോട്ട് എടുക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്താലും റൈറ്റ് സൈഡിൽ കൊടുത്താലും എക്സ് സിയോട് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് അങ്ങോട്ട് എടുക്കണം, ഇതിലേക്ക് എടുക്കണം. ദിസ് വാസ് അവർ ഐഡിയ. അപ്പൊ നമ്മൾ ഇതിനെ വെച്ചിട്ട് ഈ രണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. രണ്ട് തരത്തിലുള്ള ലിമിറ്റ്, ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, രണ്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ലിമിറ്റ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ലിമിറ്റിന്റെ ഡെഫിനിഷൻ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that 0 less than modulus of x minus c less than delta, then modulus of f of x minus l less than epsilon. ഇതായിരുന്നു നമ്മുടെ ലിമിറ്റിന്റെ ഡെഫിനിഷൻ. സോ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു this definition can be splitted into two parts. The one part is that considering x tends to c along left hand side. So നമുക്ക് ഇവിടെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ലിമിറ്റ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0. ഇവിടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രമുള്ള പാത്താണ്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിലാവുമ്പോൾ സി മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ സിയും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്താണ്. സോ 0 ലെസ് ദാൻ സി മൈനസ് എക്സ് is less than delta whenever, so then modulus of f of x minus l is less than epsilon. ഇതിന്റെ അർത്ഥം എന്താ? ലെഫ്റ്റ് സൈഡിൽ കൂടെ എക്സ് സിയിലോട്ട് അടുക്കുമ്പോൾ സി മൈനസ് എക്സ് 0ലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്.
എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ സിയിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് അടുക്കുന്നു? എല്ലിലേക്ക്. ഇതിനെയാണ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി മൈനസ് എഫ് ഓഫ് ഈസ് ഈക്വൽ ടു എൽ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ? Can you please? Okay. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ for every epsilon greater than 0 there exists a delta greater than 0 such that ഇവിടെ x minus c, ഇവിടെ x ആണ് c യെ കാട്ടിലും വലുത്. സോ x ഉം c ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ x minus c ആണ്. ഇവിടെ c ആണ് x നെ കാട്ടിലും വലുത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അതുകൊണ്ടാണ് x ഉം c ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ c minus x എന്ന് പറയും. അപ്പൊ എന്താണ് x ഉം c ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായി വരുമ്പോൾ? ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ. റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ ആവുമ്പോൾ എന്താണ്? x minus c ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ then എന്താണ്? മോഡുലസ് ഓഫ് f of x minus l is less than epsilon. ഇതിനെയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു c plus f is equal to l എന്ന് ഡിനോട്ട് ചെയ്തു. ക്ലിയർ? ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ലിമിറ്റ് പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി എന്നാണ് പറഞ്ഞത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെയുള്ള എക്സ് സിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ വാല്യൂയാണ്. അപ്പൊ അത് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ മോഡുലസ് വേണ്ട സി മൈനസ് എക്സ്. റൈറ്റ് ഹാൻഡ് സൈഡിലാകുമ്പോൾ എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? എക്സ് മൈനസ് സി ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്താണ്? ഇതാണ് വൺ സൈഡ് ലിമിറ്റ്സ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്താലും റൈറ്റ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്തെന്ന് പറഞ്ഞാലും ഫംഗ്ഷന്റെ വാല്യൂ അപ്രോച്ചസ് ടു എൽ ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയുന്നത്? ഫംഗ്ഷൻ ലിമിറ്റ് ഉണ്ടെന്ന് പറയും. സോ ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റും എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ആകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഫംഗ്ഷൻ എന്തുള്ളത്? ലിമിറ്റ് ഉള്ളത്. ഇത് പറഞ്ഞത് ഇതെന്ന് വെച്ചാൽ എന്താണ്? റൈറ്റ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ. ഇത് രണ്ടും അപ്രോച്ച് ചെയ്യുന്ന ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആകുകയും അത് എക്സിസ്റ്റ് ചെയ്യുകയും അത് ഈക്വൽ ആകുകയും ചെയ്യുമ്പോൾ മാത്രമേ ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സോ യൂസിങ് ദിസ് റിഗാർഡ് വി ക്യാൻ സേഫ്ലി സേ ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ ആണ്. ഇനിയാണ് നിങ്ങൾ ചോദിച്ച തിയറം. സോ തിയറം എ സബ്സെറ്റ് ഓഫ് ആർ ആണ്. എഫ് ഫ്രം എ ടു ആർ ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നു സി ഈ ക്ലസ്റ്റർ പോയിന്റ് ആണ്. എ ഇന്റർസെക്ഷൻ സി ഇൻഫിനിറ്റി. നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് എ ഇന്റർസെക്ഷൻ സി ഇൻഫിനിറ്റി. അതായത് സിയുടെ റൈറ്റ് സൈഡിലുള്ള എക്കകത്തെ പോയിന്റ്. ദെൻ ഒന്ന് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഈക്വൽ ആണ്. ഫോർ എവരി സീക്വൻസ് xn converges to C and xn belongs to A and xn greater than C, f of xn converges to L. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. ഇത് വൺ സൈഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു എൽ ആണെന്ന് പറയണമെങ്കിൽ സിയെ കാട്ടിലും വലുതായിട്ടുള്ള സിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്തെന്ന് പറഞ്ഞാലും ആ സീക്വൻസിന്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തുവാ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു എൽ ആകുമ്പോൾ എന്താണ്
സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സിയെക്കാട്ടിലും വലുതായിട്ടുള്ള ഒരു സീക്വൻസ് എടുത്താൽ ആ സീക്വൻസിന്റെ എഫ് ഓഫ് എക്സ് എന്നിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പ്രൂവ് ചെയ്യണം. 2, സിയെക്കാട്ടിലും വലുതായിട്ടുള്ള സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും അതിന്റെ ഇമേജ് സീക്വൻസ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വൺ സൈഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു എൽ ആണെന്നും പറയാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആർഗ്യുമെന്റ് ക്ലിയർ ആണോ? Can you please respond? Yes, sir. അപ്പൊ നമ്മള് അതെ സർ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്നു 1 implies 2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു എൽ എന്നത്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് എക്സ് എന്ന് പറയുന്ന, അപ്പൊ വിച്ച് മീൻസ് എന്താണ്, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that 0 less than x minus c less than delta, then modulus of f of x minus l is less than epsilon. This is our assumption. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന എല്ലാ സീക്വൻസിന്റെയും ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യും. സോ കൺസിഡർ എ സീക്വൻസ് xn which converges to C and xn element of A and xn greater than C. സിയുടെ റൈറ്റ് സൈഡിലുള്ള സിയെക്കാട്ടിലും വലുതായിട്ടുള്ള ഒരു xn സിയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിന്റെ ഇമേജ് സീക്വൻസ് എഫ് ഓഫ് xn കൺവേർജസ് ടു എൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും xn കൺവേർജസ് ടു സി ആൻഡ് xn ഗ്രേറ്റർ ദാൻ സി ആകുമ്പോൾ സിയും xനും ഇതിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a case such that മോഡുലസ് വേണ്ട, xn സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അതാണ് മോഡുലസ് ഓഫ് xn മൈനസ് സി എന്ന് പറഞ്ഞത്. ഇവിടെ xn ഗ്രേറ്റർ ദാൻ സി ആയതുകൊണ്ട് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് xn മൈനസ് സി should be less than epsilon for all n greater than or equal to k, അല്ലെങ്കിൽ less than delta for all n greater than or equal to k. ഇത് കൺവേർജൻസിന്റെ ഡെഫിനിഷൻ ആണ്. ഇനി xn എന്നുള്ളത് സിയെ കാട്ടിലും വലുതായതുകൊണ്ട് xn മൈനസ് സി എന്നുള്ളത് പോസിറ്റീവ് ആണ്. സോ xn മൈനസ് സി എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് xn മൈനസ് സി എന്ന് പറയുന്നത് സെയിം ആണ്. സോ എന്ത് പറയാൻ പറ്റും, for every delta greater than 0, where delta for every delta greater than 0 there exists a case such that xn minus c is less than delta for all n greater than or equal to k. ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഈ മോഡുലസ് സി ഇതേ വന്നത് മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ ഇനി നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഞാൻ എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന ഏതൊരു ഇമേജ് എടുത്തെന്ന് പറഞ്ഞാലും അതും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ ഇവിടെ xn മൈനസ് സി എന്താണ്, ലെസ് ദാൻ ഡെൽറ്റ ആണ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. സോ ബൈ ദിസ് ഡെഫിനിഷൻ which implies that എന്താണ്, f of xn modulus of f of xn minus l should be less than epsilon for all n greater than or equal to k. Clear ആണോ? This means that the sequence f of xn converges to l. ഇവിടെ എന്താ, for every epsilon greater than 0 there exists a k such that modulus of f of xn minus l is less than epsilon for all n greater than or equal to k എന്നാണ് കിട്ടിയത്, which is by definition means that f of xn converges to l. അങ്ങനെയാണ് ഇത് കിട്ടിയത്. സോ നമ്മൾ ചെയ്ത എന്താണ്, xn converges to c
എന്നുള്ള അസംഷൻ വെച്ചിട്ട് by definition for every delta greater than 0 there exists a case such that modulus of xn minus c is less than delta for all n greater than or equal to k. നമ്മുടെ assumption അനുസരിച്ച് our xn is greater than c. So modulus of xn minus c എന്ന് പറയുന്നതും xn minus c എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം xn minus c പോസിറ്റീവ് ആണ്. xn greater than c ആയതുകൊണ്ട്. So xn minus c is less than delta greater than or equal to k. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വൺ സൈഡ് ലിമിറ്റ്. സോ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ അതിന്റെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ ഇവിടെ എക്സിന് പകരം എക്സ് എൻ ആയിരുന്നേ ഉള്ളൂ. സോ ഇവിടെ എക്സ് എൻ മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ബൈ ഡെഫിനിഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. So which means by definition f of xn is converges to a. So xn converges to c and xn is greater than c ആണെങ്കിൽ f of xn എന്താണ്? Converges to l എന്ന് കിട്ടും. So first part ആയി clear? Yes sir. Okay. അപ്പോൾ ഇനി കോൺവേഴ്സ് പാർട്ട് ആയിട്ട് സോ ഇവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് xn converges to c, xn is greater than c and xn belongs to a implies f of xn converges to a. Okay, so conversely assume that this is true for all xn converges to c and xn greater than c and xn belongs to a, f of xn converges to l. So we have to prove that limit x tends to c plus f is equal to l എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, so this is a statement a, this is b. ക്ലിയർ ആണോ? Yes sir. Okay, so a implies b എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിനു വേണ്ടി ഇക്വലന്റ് ആയിട്ട് എന്ത് പ്രൂവ് ചെയ്യും? ഞാൻ ഇത് ചോദിച്ചു ചെയ്യാം, അതായിരിക്കുന്നത്. ഷാർലറ്റ് ഉണ്ടോ അവിടെ? ഷാർലറ്റ് ഓർമ്മയുണ്ടോ ഇതിന്റെ പ്രൂഫ്? എനിക്ക് എന്തെങ്കിലും ഐഡിയ പറഞ്ഞാൽ മതി. നമുക്ക് ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എ, ഇതാണ് സ്റ്റേറ്റ്മെന്റ് ബി. എ ഇംപ്ലൈസ് ബി പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇക്വലന്റ് ആയിട്ട് വേറെ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ ഇംപ്ലൈസ് ബി എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇക്വലന്റ് ആയിട്ട് വേറെ എന്ത് പ്രൂവ് ചെയ്താൽ മതി? പറഞ്ഞോ? നെഗേഷൻ എ എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? സോ ഇതാണ് ഞാൻ ശ്രമിക്കുന്നത്. നെഗേഷൻ ബി ഇംപ്ലൈസ് നെഗേഷൻ എ. അപ്പൊ നെഗേഷൻ ബി എന്ന് വെച്ചാൽ എന്താണ് ഷാർലറ്റെ? നെഗേഷൻ ബി എന്ന് പറയുന്നത് ബി എന്നാ പറയുന്നത് എന്താണോ അതോ? നെഗേഷൻ ബി എന്ന് വെച്ചാൽ എന്താണ്? ബി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതെന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് എടുക്കണം. അത് എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറ. സ്റ്റേറ്റ്മെന്റ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എൽ എന്ന് എടുക്കണം. ഓക്കെ, അതായത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പ്ലസ് എഫ് നോട്ട് ഈക്വൽ ടു എൽ എന്ന് എടുക്കും. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇതിന്റെ ഏത് എക്സിനോ എടുത്തെന്ന് പറഞ്ഞാലും there exists a delta such that എന്താണ് ഇവിടെ നമ്മൾ സി പ്ലസ് എന്താണ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആകത്തില്ല, ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആകുന്ന അറ്റ്ലീസ്റ്റ് 1x എങ്കിലും ഉണ്ടാവും. ഓർമ്മയുണ്ടോ ഷാർലറ്റെ? ഇതിന്റെ മീനിങ് ഓർമ്മയുണ്ടോ? ഓക്കെ, കാരണം എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എല്ലായ്പ്പോഴും ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിലാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ് എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് എന്താണ്
എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണ്. എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്തല്ല, ലെസ് ദാൻ എപ്സിലോൺ അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ക്ലിയർ? ഓക്കെ. എന്നിട്ട് ഇനി അടുത്ത എന്താ, നമ്മൾ ആ തീർച്ചയായിട്ടും അടുത്ത എന്താ ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? അടുത്ത എന്താ ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വെച്ച് എന്താ നമ്മൾ ചെറിയ ചോയ്സ് എടുക്കുന്നുണ്ട്. എന്തുവാ? ഡെൽറ്റ എൻ ഈക്വൽ ടു ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു എന്ന് എടുക്കുന്നു 1/n ഫോർ ഓൾ n. ഓക്കെ. സോ ഡെൽറ്റ 1 കറസ്പോണ്ടിങ് ആയിട്ട് ഇതേ ഡെഫിനിഷൻ അനുസരിച്ച് എന്തുണ്ട്, there exists an x1 എന്ന് എടുക്കും. such that എന്താണ് 0 less than x1 minus c less than delta 1 implies എന്താണ് modulus of f of x1 minus l is greater than or equal to epsilon. അതുപോലെ തന്നെ associated with delta 2 which is 1/2 there exists an x2 such that എന്താണ് 0 less than x2 minus c less than delta 2 implies modulus of f of x2 minus l is greater than or equal to epsilon. Okay. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ associated with etc delta n which is equal to 1/n there exists an xn such that 0 less than xn minus c less than delta n which is equal to 1/n implies modulus of f of xn minus l is greater than or equal to epsilon. Clear ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. സോ നമ്മൾ ചൂസ് ചെയ്യുന്നു അവർ xn is greater than c. നമ്മൾ അങ്ങനെയാണ് ചൂസ് ചെയ്തത്. സോ given that xn minus c is less than 1/n, xn greater than c ആയതുകൊണ്ട് modulus of xn minus c is less than 1/n. this is less than some epsilon എന്ന് എടുക്കാൻ പറ്റും, some value എന്ന് എടുക്കാൻ പറ്റും, which implies xn converges to c ആണ്. ഓക്കെ. ഇവിടെ തന്നിട്ടുണ്ട് f of xn converges to c ആവുമ്പോൾ f of xn minus l is less than epsilon അല്ല, greater than epsilon, which means that f of xn does not converges to l എന്നാണ് മീനിങ്. നമ്മുടെ അസംഷൻ എന്താണ്? xn converges to c, xn greater than c യും xn converges to c യും ആണെങ്കിൽ f of xn converges to l എന്നായിരുന്നു നമുക്ക് സ്റ്റേറ്റ്മെന്റ് a എന്നുള്ളത്. ഇവിടെ എന്ത് കിട്ടി? xn greater than c യും xn converges to c യും ആകുമ്പോൾ f of xn എന്തല്ല, does not converges to l എന്നാണ് ഇവിടെ പറയുന്നത്. So which means that statement a is wrong. Okay. So statement a is wrong. So negation b implies negation a. Limit x tends to c plus f not equal to l എന്ന് എടുത്തു. So corresponding ആയിട്ട് I have found a sequence xn such that xn greater than c and xn converges to c, but f of xn does not converges to l. So negation b implies negation a implies that is എന്താണ് for all sequence xn greater than c and xn belongs to a, xn converges to c implies f of xn converges to l, which means that limit x tends to c plus f is equal to l. Okay ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയക്കകത്ത് ഒരേ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞുള്ളൂ. ആർഗ്യുമെന്റ് ഈസ് ഒറ്റ ആർഗ്യുമെന്റ് വ്യത്യാസം. ഇവിടെ മോഡുലസിന് പകരം എന്തെടുത്തതേ ഉള്ളൂ, xn മൈനസ് സി എടുത്തു. എന്തുകൊണ്ട് അങ്ങനെ എടുത്തത്? നമ്മുടെ xn എല്ലാം ഗ്രേറ്റർ ദാൻ സി ആയതുകൊണ്ട് xn മൈനസ് സി ആണ് xn സി തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് മോഡുലസും സെയിം ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. നിങ്ങൾ അടുത്ത കേസിൽ ഇതുപോലെ ചെയ്യുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു c മൈനസ് f ഈസ് ഈക്വൽ ടു l ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞ റിസൾട്ട് ചെയ്യാമോ? Can you do it? അത് എനിക്ക് അസൈൻമെന്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ്. ഇത് വെച്ച് ചെയ്യാമല്ലോ. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ത് വ്യത്യാസം വരും? ഇവിടെ xn മൈനസ് സിക്ക് പോലെ എന്ത് വരും? c മൈനസ് xn എന്ന് വരും. വേറൊരു വ്യത്യാസമില്ല. ഓക്കെ. Can you do it? ഓക്കെ സർ. ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് ഐ വിൽ പ്രൊസീഡ്. പറഞ്ഞോട്ടെ എന്നാ അടുത്തത്.
Okay, sir. Next is infinite limits. ഞാൻ definition മാത്രമേ പറയത്തുള്ളൂ. Infinite limits. അതായത് നമുക്ക് ചില കേസിൽ ഫംഗ്ഷൻ ഒരു പോയിന്റിന്റെ നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ ബൗണ്ടഡ് ആകില്ല. ഒരു എക്സാമ്പിൾ ആണ് 1/x. ഈ 1/x x ടെൻസ് ടു 0 ആകുമ്പോൾ 1/x ടെൻസ് ടു ഇൻഫിനിറ്റി ആകും. സോ ഈ ഫംഗ്ഷൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലിമിറ്റ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നു. സോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതിനെ ഇൻഫിനിറ്റ് ലിമിറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ഇൻഫിനിറ്റ് ലിമിറ്റ്സ് എന്ന് വെച്ചാൽ എക്സ് ഒരു പർട്ടിക്കുലർ സിയിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഒന്നുകിൽ ഇൻഫിനിറ്റിയോട്ട് പോകുന്നു അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയോട്ട് പോകുന്നു. ദിസ് ഈസ് ദ ജനറൽ ഐഡിയ ഓഫ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. ഇനി ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആണ്. എക്സ് സിയിലോട്ട് അടുക്കാന്ന് വെച്ചാൽ എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താക്കുക? വളരെ ചെറുതാകുമ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കണം. എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഷുഡ് ബി വെരി ലാർജ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എഫ് ഓഫ് എക്സ് ഏതൊരു വലിയ പോസിറ്റീവ് നമ്പറിനെക്കാട്ടിലും എന്തായിരിക്കണം? വലുതായിരിക്കണം. അങ്ങനെ ലാർജർ ആൻഡ് ലാർജർ ഈ ഡിസ്റ്റൻസ് ചെറുതായി ചെറുതായിരിക്കുമ്പോൾ the value of the f of x is larger and larger means that function tends to infinity. ഇനി x സിയിലോട്ട് അടുക്കുമ്പോൾ മോഡുലസ് ഓഫ് x മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ f of x becomes smaller and smaller. അതായത് f of x ന്റെ വാല്യൂ ചെറുതായി 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 ഏത് നെഗറ്റീവ് നമ്പർ തന്നാലും ആ നമ്പറിനെക്കാട്ടിലും ചെറുതായി ചെറുതായാണ് പോകുന്നതെങ്കിൽ f of x tends to minus infinity എന്ന് പറയാം. This is the general idea. Clear ആണോ? ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഡെഫിനിഷൻ? നമ്മളിവിടെ എപ്സിലോണിന് പകരം എന്തെടുക്കുന്നു? ആൽഫ എന്ന് പറഞ്ഞ നമ്പർ ചൂസ് ചെയ്യുന്നു. എന്താണ് വ്യത്യാസം വരുന്നത്? ഫോർ എവരി ആൽഫ ബിലോങ്സ് ടു ആർ there exists a delta greater than 0 such that എന്താണ്? മോഡുലസ് ഓഫ് x minus c 0 less than x minus c less than delta ആകുമ്പോൾ f of x less than greater than alpha ആണെങ്കിൽ f of x tends to infinity എന്ന് പറയാം. ഇനി f of x less than alpha ആണെന്നുണ്ടെങ്കിൽ f of x tends to minus infinity എന്ന് പറയാം. അതായത് ഏത് വലിയ നമ്പർ എടുത്താലും ഈ എക്സ് സിയിലോട്ട് അടുക്കുമ്പോഴുള്ള പോയിന്റ്സുകളുടെ ഇമേജ് ആ നമ്പറിനെക്കാട്ടിലും വലുതായി വലുതായി, അതായത് ഫംഗ്ഷന്റെ വാല്യൂ വലുതായി വലുതായി പോവുകയാണെങ്കിൽ വി ഗെറ്റ് ടു സേ ദാറ്റ് ഫംഗ്ഷൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഇനി ആ ഫംഗ്ഷന്റെ വാല്യൂ ചെറുതായി 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 ഏത് ചെറിയ നമ്പർ എടുത്താലും ഫംഗ്ഷന്റെ വാല്യൂ അതിനെക്കാട്ടിലും ചെറുതായി 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 പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ടെൻസ് ടു സിയിലോട്ട് അടുക്കുമ്പോൾ വി ഗെറ്റ് ടു സേ ദാറ്റ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അപ്പൊ ഈ വൺ സൈഡ് ലിമിറ്റ് ഇത് നമ്മള് ഇതെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടു സി എഫ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി കേസ് ആണ് പറഞ്ഞത്. ഇനി ഇതെങ്ങനെ പറയാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? എന്താ വ്യത്യാസം വരുന്നത്? ഇവിടെ എക്സ് ടെൻസ് ടു സി പ്ലസ് ആകുമ്പോൾ എക്സ് സിയിലോട്ട് അടുക്കുന്നത് ഏത് പാത്തിൽ മാത്രമാണ്? റൈറ്റ് സൈഡിൽ കൂടെ മാത്രമാണ്. സോ ഇവിടെ എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി അല്ല, എന്ത് മാത്രമേ വരത്തുള്ളൂ? എക്സ് മൈനസ് സി എന്ന് മാത്രമേ വരത്തുള്ളൂ. ഇത്ര മാത്രം വ്യത്യാസം വരത്തുള്ളൂ. ക്ലിയർ? ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? ഇവിടെ എന്താ വ്യത്യാസം? അവിടെ സി മൈനസ് ആകുമ്പോൾ എക്സ് എന്ന് വെച്ചാൽ സിയെ കാട്ടിലും ചെറുതാണ്. അപ്പൊ സിയും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് സി അല്ല, എന്താണ് അവിടെ വരുന്നത്? സി മൈനസ് എക്സ് ആണ് വരുന്നത്. സി മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നും പറയാൻ സാധിക്കും. ക്ലിയർ? എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ഡെഫിനിഷനും ഇതിന്റെ തിയറംസും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിന്റെ സാധാരണയായിട്ട് ഇതിന്റെ ഏതെങ്കിലും ഒന്ന് രണ്ട് എക്സാമ്പിൾസും തിയറം കൂടെ ചേർന്നിട്ടാണ് ഒരു എസ്സേ ആയിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിംഗ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. ഇനി അടുത്ത പറഞ്ഞോട്ടെ. സർ മൈനസ് ഇൻഫിനിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയാമോ? മൈനസ് ഇൻഫിനിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോർ എവരി ആൽഫ ബിലോങ്സ് ടു ആർ
there exists a delta greater than 0 such that എന്താണ് 0 less than x minus c less than delta ആകുമ്പോൾ f of x is greater than അല്ല ചെറുതായിക്കൊണ്ടിരിക്കുമല്ലേ should be less than alpha. This is true for every alpha. അതാണ് പ്രത്യേകത. ഞാൻ ഏത് ആൽഫ എടുത്തെന്ന് പറഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് x മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ അല്ലെങ്കിൽ എക്സ് സീലോട്ട് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ആ നമ്പറിനെക്കാട്ടിലും ചെറുതായി. ഇപ്പൊ നിങ്ങൾ -100 എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജിന് ശേഷമുള്ള എഫിന്റെ വാല്യൂ -100-നെക്കാട്ടിലും ചെറുതായിരിക്കണം. -300 എടുക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിലും ചെറുതായി. അതാണ് ഇതൊരു പർട്ടിക്കുലർ ആൽഫയ്ക്കല്ല, ഏത് ആൽഫ എടുത്തെന്ന് പറഞ്ഞാലും ഒരു സ്റ്റേജിന് ശേഷം ഫംഗ്ഷന്റെ വാല്യൂ ആ ആൽഫയെക്കാട്ടിലും ചെറുതായി വരുമ്പോഴാണ് ഫംഗ്ഷൻ ടെൻസ് ടു -∞ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ സർ, ക്ലിയർ ആണ്. ഇത് ഈ മോഡുലസ് മാറ്റിയിട്ട് x മൈനസ് സിയും സി മൈനസ് എക്സ് എന്നും കൊടുത്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസും സി മൈനസും കിട്ടും. അതാണ് വ്യത്യാസം. ഓക്കെ, ഇനി അടുത്തതാണ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എക്സ് ടെൻസ് ടു പർട്ടിക്കുലർ സി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു സം ഇൻഫിനിറ്റി അല്ലെങ്കിൽ -∞ എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇൻഫിനിറ്റി എന്നുള്ള പോയിന്റ്സിലുള്ള ലിമിറ്റ് എന്താണ്, അതാണ് നമ്മൾ പറയുന്നത്. അതായത് ഒന്നുകിൽ എക്സ് ടെൻസ് ടു +∞ അല്ലെങ്കിൽ -∞ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു സം എൽ. ഇതിന്റെ ഡെഫിനിഷൻ ഇതെങ്ങനെ പറയാൻ പറ്റും? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഈസ് ഈക്വൽ ടു എൽ എന്നോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ടെൻസ് ടു -∞ എഫ് ഈസ് ഈക്വൽ ടു എൽ എന്ന് എങ്ങനെ പറയാൻ പറ്റും? ക്ലിയർ ആണോ? ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി മനസ്സിലായോ? പറഞ്ഞോട്ടെ, ഡെഫിനിഷൻ പറഞ്ഞോട്ടെ. എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ ഒന്നുകിൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ആദ്യം എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുന്ന കാര്യം. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെന്ന് വെച്ചാൽ എക്സ് വളരെ വലുതാകുമ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങോട്ട് എടുക്കണം? എല്ലിലേക്ക് എടുക്കണം. അതായത് എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. എക്സ് എന്താകുമ്പോൾ വളരെ വലുതായിരിക്കും. ഇതാണ് മീനിങ്. ഇനി എക്സ് ടെൻസ് ടു -∞ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് വളരെ ചെറുതാകുമ്പോൾ, എക്സ് ലെസ് ദാൻ വളരെ ചെറിയ നമ്പർ എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ചെറുതാണെങ്കിൽ we get to say that limit x tends to -∞ f of x is equal to L എന്ന് പറയാൻ. അതായത് x വളരെ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ, അതായത് ഡൊമൈൻ വളരെ വലുതായി പോകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എല്ലിലേക്ക് അടുക്കുകയാണെങ്കിൽ we get to say that limit x tends to infinity f of x is equal to L എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എക്സ് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏത് നമ്പർ ആൽഫ ചൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ഫോർ എവരി ആൽഫ അല്ലെങ്കിൽ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an alpha such that x greater than alpha ആകുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയാൻ പറ്റും. ഇതുപോലെ തന്നെ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an alpha such that എന്താണ്? x ലെസ് ദാൻ ആൽഫ then modulus of f of x minus L is less than epsilon. എന്ന് വെച്ചാൽ x ചെറുതാകുമ്പോൾ, x വളരെ ചെറുതാകുമ്പോൾ അതിന്റെ ഇമേജസ് എല്ലിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ ലിമിറ്റ് x tends to -∞ f is equal to L എന്ന് പറയാൻ സാധിക്കും. ഇനി x വളരെ വലുതാകുമ്പോൾ എന്താണ്? ലിമിറ്റ് f of x എങ്ങോട്ട് അടുക്കുന്നു? എല്ലിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ ലിമിറ്റ് x tends to infinity f is equal to L എന്ന് പറയാൻ സാധിക്കും. സോ ഇവിടെ for every epsilon greater than 0 there should exist a real number alpha such that these condition hold, which means that this exists. If this condition hold, which means that this exists. Clear? Clear answer. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ,
ഇനി ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് കേസും എടുത്തു. ഒന്ന് എക്സ് ടെൻസ് ടു സി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എടുത്തു. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു പ്ലസ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു എൽ എന്നുള്ള വാല്യൂ. ഓക്കെ, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി, ഇവിടെയും പ്ലസ് ഓർ മൈനസ്. ഇനി ഇത് രണ്ടുകൂടെ ചേർത്ത് വെച്ചിട്ട് ഇനി എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആകുന്ന കേസ് എങ്ങനെ പറയും? ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആർഗ്യുമെന്റ്. ഓക്കെ, നമുക്ക് 4 കേസ് ഉണ്ട് ഇവിടെ. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകും. അപ്പൊ അർത്ഥം എന്താ? എക്സ് വളരെ വലുതാകുമ്പോൾ എഫ് ഓഫ് എക്സും വളരെ വലുതായിരിക്കും. സോ ഇവിടെ എപ്സിലോൺ ഡെൽറ്റ ഒന്നുമില്ല. ഫോർ എവരി ആൽഫ belongs to R, there exists a beta such that എന്താണ് മോഡുലസ് ഇല്ല, എക്സ് വളരെ വലുതാകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ബീറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ആൽഫ. അല്ലെങ്കിൽ തിരിച്ച് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ, അതായത് എക്സ് വളരെ വലുതാകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? വളരെ വലുതാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എങ്ങനെയാ പറയുന്നത്? അപ്പൊ എക്സ് വളരെ വലുതാകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? വളരെ ചെറുതായിരിക്കണം. സോ ഫോർ എവരി ആൽഫ ബിലോങ്സ് ടു ആർ there exists a beta such that x greater than എന്താകുമ്പോൾ ബീറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? ചെറുതായിരിക്കണം. എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ആൽഫ. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അടുത്തൊന്ന് പറയാമോ? ഇതിന്റെ കൂടെ അടുത്ത പറയുമോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എൽ എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ക്യാൻ യു റെസ്പോണ്ട്? ഞാൻ പറഞ്ഞു. ഞാൻ പേര് വിളിക്കണോ? ആഷിത ഉണ്ടോ? ആഷിത അഷിത ഇല്ല. ആഷിത ഉണ്ടോ? നമ്മുടെ ഇതിനകത്ത് കേറിയിട്ടുണ്ടോ ആഷിത? ക്ലാസ് പെർഫെക്റ്റ് പറയുമോ? ആ പറഞ്ഞോളൂ. ഹലോ സർ, കേക്കാവോ? സർ, എനിക്കൊന്നും കേൾക്കുന്നില്ല സർ. ഹലോ 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 സർ.
ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. ആഷിത ഞാൻ വിളിച്ചായിരുന്നു. ആഷിത ഇപ്പോഴാണ് തോന്നുന്നത് നെറ്റ്വർക്ക് കട്ടായിപ്പോയി. ആഷിത ആഷിത ഇവിടെ ഉണ്ടോ? സാർ ആഷിത ഒന്ന് പറയുമോ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയുമോ? സാർ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ സാർ. ഹലോ ആഷിത, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എങ്ങനെയാണ് പറയുന്നത്? ഹലോ സാർ ഈ ഫുൾ ബ്രേക്ക് ആവുക. ഹലോ ആഷിത, ഇത് കണ്ടോ? ഈ പകന കേൾക്കുന്നുണ്ടോ? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സാർ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ബ്ലാക്ക് സ്ക്രീനാ വരുന്നത്. ഓക്കെ. അതുല്യ, സാർ. ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയുമോ? Can you try? സാർ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് എക്സ് വളരെ ചെറുതാകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? വളരെ വലുതായിരിക്കണം. Can you define it? ഹലോ സാർ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവണമെങ്കിൽ എക്സ് വളരെ ചെറുതാവുമ്പം എഫ് ഓഫ് എക്സ് ലാർജർ ആൻഡ് ലാർജർ ആവണം. അപ്പൊ എങ്ങനെയാണ് പറയുന്നത്? നമ്മളിപ്പോ ഈ ഡെഫിനിഷൻ വെച്ച് എങ്ങനെയാണ് പറയുന്നത്? അതാണ് ചോദ്യം. ഏതൊരു ആൽഫ ചൂസ് ചെയ്താലും അവിടെ ഒരു കെ ആൽഫ, ചെയ്യണം. അതായത് എക്സ് ലെസ് ദാൻ കെ ആകുമ്പം എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആവണം. അത്രേ ഉള്ളൂ. എക്സ് ലെസ് ദാൻ ബീറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ആൽഫ. എന്നാ ഇതുകൂടെ ഒന്ന് പറയുമോ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഡെഫിനിഷൻ കൂടെ ഒന്ന് പറയാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഡെഫിനിഷൻ കൂടെ ഒന്ന് പറയാമോ? അതിന്റെ അർത്ഥം എന്താ? എക്സ് വളരെ ചെറുതാകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? വളരെ ചെറുതായിരിക്കണം. പറയാമോ? പറഞ്ഞോളൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആവണമെങ്കിൽ ഏതൊരു ആൽഫ ചൂസ് ചെയ്താലും അവിടെ ഒരു കെ എക്സിസ്റ്റ് ചെയ്യണം. അതായത് എക്സ് ലെസ് ദാൻ കെ ആകുമ്പം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ആൽഫ ആവണം. എക്സ് ചെറുതാകുമ്പോൾ എഫ് ഓഫ് എക്സും ഡിക്രീസ് ചെയ്യണം. ഓക്കെ. എക്സ് ലെസ് ദാൻ ഇവിടെ ബീറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? ലെസ് ദാൻ ആൽഫ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മളിത് പറയാൻ സാധിക്കും. ഓക്കെ, അതില്ലേ, താങ്ക് യു. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡെഫിനിഷൻസ് വെച്ചിട്ട് ഞാൻ ഒരു കമ്പാരിസൺ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ കമ്പാരിസൺ ടെസ്റ്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ സാധ്യതയുള്ള ഒരു ടെക്സ്റ്റ് ആണ്. സോ പ്ലീസ് സ്റ്റഡി ദാറ്റ്. അത് നിർബന്ധമായിട്ട് പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇതാണ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്, ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഇത്രയും ഞാൻ പറഞ്ഞ ഡെഫിനേഷൻസിന്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. പ്രോബ്ലംസ് എല്ലാം ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇനി 1-2 പ്രോബ്ലംസ് മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഞാൻ അടുത്ത കണ്ടിന്യൂ ചെയ്തോട്ടെ? പറഞ്ഞോട്ടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു n ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ ഓൾ n എലമെന്റ് ഓഫ് n. ഇവിടെ n ഫിക്സ്ഡ് ആണ്. എക്സ് വളരെ വലുതാകുമ്പോൾ എക്സ് റൈസ് ടു എന്നും വളരെ വലുതാകും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ലെറ്റ് g of x is equal to some x raised to n. ഓക്കെ, എക്സ് വളരെ വലുതാകുമ്പോൾ ഉള്ള വാല്യൂസ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. സോ വി ചൂസ്
എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്നെടുക്കുന്നു. ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1. എന്റെ ഒരു ചോയ്സ് അനുസരിച്ചാണ് ആൽഫ ഗ്രേറ്റർ ദാൻ 1 എന്നാണ് ഞാൻ ചൂസ് ചെയ്തത്. കാരണം എക്സ് വളരെ വലുതാകുമ്പോഴുള്ള വാല്യൂസ് ആണ് നമുക്ക് വേണം. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആൻഡ് ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇനി എക്സ് 1-നേക്കാട്ടിലും വലുതാകുമ്പോൾ വി നോ ദാറ്റ് എക്സ് റൈസ് ടു n ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്. അല്ലെ, എക്സ് പവേഴ്സ് വലുതാകും. എക്സ് 1-നേക്കാട്ടിലും വലുതാകുമ്പോൾ എക്സിന്റെ പവേഴ്സ് വലുതാകുമ്പോൾ നമ്പറും വലുതാകും. So this is also greater than alpha. So which means that g of x is also greater than alpha for all x greater than alpha. So ഇവിടെ ഒരു ആൽഫ ചൂസ് ചെയ്തപ്പോ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബീറ്റ എന്ത് തന്നെ കിട്ടി? ആൽഫ തന്നെ കിട്ടി. such that x greater than alpha ആകുമ്പോൾ g of x which is equal to x raised to n is greater than alpha എന്ന് കിട്ടി. So which means that limit x tends to infinity, g of x is equal to infinity. That is, limit x tends to infinity, x raised to n is equal to infinity. മനസ്സിലായോ? സർ ഒന്നുകൂടെ പറയോ? ഇവിടെയാണ് പറയുന്നത്. ഇവിടെ ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആയത് ചൂസ് ചെയ്ത് മനസ്സിലായോ? കാരണം എക്സ് വളരെ വലുതാകുമ്പോൾ ഉള്ള വാല്യൂസ് മതി. അപ്പൊ എക്സ് നമ്മുടെ അസംഷന് നമ്മൾ എപ്പോഴും എന്താണ് 1-നേക്കാട്ടിലും വലുതാണെന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് വേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആകുമ്പോൾ അതിന്റെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സം ബീറ്റ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു n ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാൻ സാധിക്കും. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് എടുക്കുന്നു. ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി നമുക്കറിയാം 1-നേക്കാട്ടിലും വലിയ ഒരു നമ്പർ എടുക്കുമ്പോൾ അതിന്റെ പവേഴ്സ് എടുക്കുമ്പോൾ ആ നമ്പർ വലുതാവുക ചെയ്യും. സോ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് ക്ലിയർലി പറയാൻ സാധിക്കും എക്സ് റൈസ് ടു n ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എക്സ്. ക്ലിയർ? ആ സാർ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്നാണ് എടുത്തത്. ഈ എക്സ് റൈസ് ടു n ആണ് g ഓഫ് എക്സ്. അപ്പൊ g ഓഫ് എക്സ് എന്തെന്ന് കിട്ടി? ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് കിട്ടി. whenever x is greater than alpha. സോ ഇവിടെ ആൽഫ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ ബീറ്റ എന്ത് തന്നെയാണ്? ആൽഫ തന്നെയാണ്. സോ വിച്ച് മീൻസ് ദാറ്റ് ലിമിറ്റ് x tends to infinity, g of x is equal to infinity. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. limit x tends to minus infinity, x raised to n is equal to infinity whenever n is even, and limit x tends to minus infinity, x raised to n is equal to minus infinity whenever n is odd. Okay. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. പറഞ്ഞോട്ടെ? ഓക്കെ, പറയുവാണേ. എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. സോ എക്സ് വളരെ ചെറുതാകുമ്പോൾ ഉള്ള വാല്യൂസ് മതി നമുക്ക്. ഓക്കെ, സോ നമ്മൾ എക്സ് ലെസ് ദാൻ ആൽഫ എന്നെടുക്കും. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഈ ആൽഫ ഈസ് ലെസ് ദാൻ മൈനസ്. കാരണം നമുക്ക് വാല്യൂ വളരെ ചെറുതാകുമ്പോൾ ഉള്ള വാല്യൂസ് മതി. സോ നമ്മൾ -1-നേക്കാട്ടിലും ചെറുതായിട്ടുള്ള വാല്യൂസ് ആണ് ആൽഫ കൺസിഡർ ചെയ്യുന്നത് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം n ഈവൻ ആകുന്ന കേസിൽ n ഈസ് ഈവൻ. സോ n ഈസ് ഈക്വൽ ടു സം 2k നമുക്ക് എഴുതാം. ഈവൻ നമ്പർ അല്ല, സോ 2ന്റെ മൾട്ടിപ്പിൾ. സോ വിച്ച് മീൻസ് എക്സ് ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ്, അതായത് എക്സ് നെഗറ്റീവ് ആണ്. സോ എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് എക്സിനെ വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ സ്ക്വയർ. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? എക്സ് ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ സ്ക്വയർ. ഇത് മനസ്സിലായോ? ഉദാഹരണമായിട്ട് എക്സ് ലെസ് ദാൻ -2 ആണെങ്കിൽ അത് സ്ക്വയർ എടുത്തേ. സ്ക്വയർ എടുക്കുമ്പോൾ ലെസ് ദാൻ വരത്തില്ല, ഗ്രേറ്റർ ദാൻ വരത്തുള്ളൂ. എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 4.
ലെസ് ദാൻ -2 എന്ന് വെച്ചാൽ -3 വരാം, -4 വരാം. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 സ്ക്വയർ 4-നെക്കാട്ടിലും വലുതായി. ക്ലിയർ? ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇതിന് നമ്മൾ ഇതൊരു റിസൾട്ട് ആയിട്ട് പഠിച്ച. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് x raised to 2 the whole raised to k is greater than alpha raised to 2 the whole raised to k. This is x raised to 2k is greater than alpha raised to 2k. That is x raised to 2k എന്ന് വെച്ചാൽ n ആണ്, which is greater than alpha raised to n. പിന്നെ നമ്മൾ ബീറ്റ. ഓക്കെ, സോ which means this is g of x എന്ന് എടുക്കാം നമുക്ക്. So x less than alpha ആകുമ്പോൾ implies g of x is greater than alpha raised to n അല്ലെങ്കിൽ ബീറ്റ. അപ്പൊ x less than alpha ആകുമ്പോൾ g of x is greater than beta, which means that limit x tends to -infinity g of x is equal to infinity എന്ന് പറയാം. മനസ്സിലായോ? ഈ ആർഗ്യുമെന്റ് മാത്രം ഓർക്കുക. മനസ്സിലായോ? കേട്ടില്ല, ഒന്നുകൂടെ പറയണം. ഓക്കെ, ലക്ഷ്മി ചോദിച്ചു, ചാറ്റ് ബോക്സ് ചോദിച്ചിട്ട് ഒന്നുകൂടെ പറയും. ലിമിറ്റ് x tends to -infinity x raised to n is equal to infinity എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. which means x വളരെ ചെറുതാകുമ്പോൾ x raised to n വളരെ വലുതായിരിക്കണം, n ഈവൻ ആവുന്ന കേസ്. സോ ആദ്യം അസ്യൂം ചെയ്യുന്നു n ഈവൻ ആണ്. സോ n നെ നമുക്ക് 2 മൾട്ടിപ്പിൾ ആക്കി എഴുതാം. സോ n is equal to some 2k എന്ന് എഴുതാൻ സാധിക്കും. ഇനി x വളരെ ചെറുതാവുമ്പോഴുള്ള വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. സോ x ലെസ് ദാൻ ആൽഫ എന്ന് എടുത്തു. ഞാൻ കൺവീനിയൻസിന് വേണ്ടി ആൽഫ ഇസ് ലെസ് ദാൻ -1 എന്ന് എടുത്തു. എനിക്ക് അങ്ങനെ എടുക്കാം, കാരണം x tends to -infinity ആകുമ്പോഴുള്ള വാല്യൂസ് ആണ് വേണ്ടത്. എന്ന് വെച്ചാൽ x വളരെ ചെറുതാകുമ്പോഴുള്ള വാല്യൂസ്. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന ആൽഫ എന്ന് വെച്ചാൽ -1-നെക്കാട്ടിലും ഒക്കെ ചെറുതായിരിക്കും. ഓക്കെ, ഇനി x ലെസ് ദാൻ ആൽഫ ആകുമ്പോൾ നമുക്കറിയാം ആൽഫ ലെസ് ദാൻ -1 ആയതുകൊണ്ട് x സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ സ്ക്വയർ. കാരണം ഇവിടെ x നെ -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി ദിസ് ഇൻഇക്വാലിറ്റി ചേഞ്ചസ്. -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആവും. ഗ്രേറ്റർ ദാൻ -alpha into -alpha അല്ലെങ്കിൽ alpha into alpha which is alpha square എന്ന് കിട്ടും. സോ x ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ x സ്ക്വയർ is greater than alpha square എന്ന് കിട്ടും. ഇനി റേസ് ടു k എടുക്കുന്നു രണ്ടിനും. സോ which implies x square the whole raised to k is greater than alpha square the whole raised to k. Which implies x raised to 2k is greater than alpha raised to 2k. 2k is n. That is x raised to n is greater than alpha raised to n. Alpha raised to n നമ്മൾ ബീറ്റ എന്ന് കൊടുത്തു. So alpha raised to x raised to n നമ്മൾ g of x എന്ന് കൊടുത്തു. So x less than alpha ആയിരുന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? g of x which is equal to x raised to n when n is even is greater than beta. So നമ്മൾ ആൽഫ എടുത്തപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് we get a beta is alpha raised to n such that x less than alpha ആയപ്പോൾ g of x is greater than alpha raised to n, which by definition means that limit x tends to -infinity g of x is equal to infinity. Clear? പറഞ്ഞോട്ടെ, അടുത്തത് പറഞ്ഞു സർ, ക്ലിയർ ആണ്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ n ഓഡ് ആവുമ്പോൾ n ഓഡ്. സോ n is equal to some 2k plus 1 എന്ന് എഴുതാം. 2 മൾട്ടിപ്പിൾ പ്ലസ് 1, അതാണ് ഓഡ് നമ്പേഴ്സ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എടുക്കുന്നു x is less than alpha which is less than -1 നമ്മൾ ചൂസ് ചെയ്യും. സോ which implies x less than alpha ആയതുകൊണ്ട് x square is greater than alpha square എന്ന് എടുക്കാം. മുമ്പേ ചെയ്ത പോലെ തന്നെ which implies x square the whole raised to k is greater than alpha square the whole raised to k. So which implies x raised to 2k is greater than alpha raised to 2k. Okay. ഇനി ത്രൂ ഔട്ട് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ x ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, x ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട്
x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആകും. സോ x കൊണ്ട് ത്രൂട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇംപ്ലൈസ് x റൈസ് ടു 2k into x ഈസ് ഗ്രേറ്റർ ദാൻ അല്ല ലെസ് ദാൻ x into alpha raised to 2k. So which implies x raised to 2k plus 1 is less than x into alpha raised to 2k. ഇനി x is less than alpha ആയതുകൊണ്ട് this is less than alpha into alpha raised to 2k, which is alpha raised to 2k plus. ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഗ്രേറ്റർ ദാൻ എങ്ങനെ ലെസ് ദാൻ ആയെന്ന് മാത്രം മനസ്സിലാക്കുക. x എന്താണ് ലെസ് ദാൻ -1 ആണ്, which means x is a negative quantity. So x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we are multiplying with a negative quantity. നെഗറ്റീവ് ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആകും. That's the thing. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? So 2k plus 1 ന് എന്ത് കൊടുക്കുമ്പോൾ which implies x raised to n is less than alpha raised to n, which is equal to beta n. Okay, so ഇതിനെ g of x എന്ന് കൊടുക്കുക. So which implies x less than alpha ആകുമ്പോൾ g of x, which is equal to x raised to n, is also less than alpha raised to n, which is beta. അപ്പൊ x ലെസ് ദാൻ ആൽഫ ആകുമ്പോൾ g of x ഉം ലെസ് ദാൻ ബീറ്റ ഉള്ളൊരു ബീറ്റ കിട്ടി. So which by definition means that limit x tends to minus infinity, x raised to n is equal to minus infinity whenever n is odd. Clear ആണോ? ക്ലിയർ ആണോ? ഇതിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആണെങ്കിൽ പറയാം. എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും യു ക്യാൻ ആസ്ക് മീ. ക്ലിയർ ആണ് സർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട് എസ്സേക്കകത്ത്. എസ്സേയുടെ ഒരു പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് p from R to R be a polynomial p of x is equal to an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a naught. Then limit x tends to infinity, p of x is equal to infinity if an is greater than 0 and limit x tends to infinity, p of x is equal to minus infinity if an is less than 0. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു പോളിനോമിയൽ എടുത്തു. ഈ പോളിനോമിയലിന്റെ ലീഡിംഗ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ പോളിനോമിയലും ടെൻസ് ടു ഇൻഫിനിറ്റി ആകും. ഈ പോളിനോമിയലിന്റെ ലീഡിംഗ് കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആകുമ്പോൾ ഈ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ പി ഓഫ് എക്സും നെഗറ്റീവ് ആകും. ഇപ്പൊ മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സ് റൈസ് ടു n ഇൻഫിനിറ്റിയോട്ട് പോകും. ഇനി n പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടൈംസ് ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി. ഈ n ഈസ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടൈംസ് ഇൻഫിനിറ്റി ബിക്കംസ് ഇറ്റ് ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി. അതാണ് ഇതിന്റെ ജനറൽ ആയിട്ട് ഒരു ഐഡിയ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ?
ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? Can you respond? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ നമ്മളിതിന് യൂസ് ചെയ്യുന്നത് പ്രീവിയസ്ലി നമ്മൾ പഠിച്ച കമ്പാരിസൺ ആണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെച്ചിരിക്കണം. പ്രീവിയസ് യൂസ് ചെയ്യുന്ന കമ്പാരിസൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു എൽ. ഇനി എൽ പോസിറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ if and only if limit x tends to infinity g of x is equal to infinity. ഇങ്ങനെ പഠിച്ചത്. ഇനി L നെഗറ്റീവ് ആണെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. ഇതാണ് നമ്മൾ പഠിച്ചത്. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന ആർഗ്യുമെന്റ്, സോ ഇതിന്റെ ആൻസർ കൺസിഡർ g of x is equal to x raised to n. സോ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ റിസൾട്ട് യൂസ് ചെയ്യുക. സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി പി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a naught all divided by x raised to n. Here split ചെയ്യുക. This is limit x tends to infinity. ഇവിടുത്തെ x raised to n an x raised to n by x raised to n plus an minus 1 x raised to n minus 1 divided by x raised to n plus an minus 2 x raised to n minus 2 divided by x raised to n plus etc a naught divided by x raised to n. So this is equal to limit x tends to infinity. But x raised to n x raised to n cancel if we get first term becomes an. Would x raised to n minus 1 x raised to n minus 1 cancel ആക്കി കളഞ്ഞാൽ we get ഒരു 1 by x കിട്ടും. So an minus 1 divided by x. Next an minus 2. ഇവിടെ x raised to n minus 2 x raised to n minus 2 cancel ആക്കി കളഞ്ഞാൽ ഇവിടെ 1 by x square plus etc plus a naught by x raised to n എന്ന്. Okay, ഇത്രയും ഭാഗം ക്ലിയർ ആണോ? Do you have any doubts? Clear answer. Okay. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 by x 1 by x square 1 by x raised to n ഇങ്ങോട്ടാകും 0 So this implies limit x tends to infinity an plus ഇവിടെ an minus 1 into 1 by x ന് ലിമിറ്റ് 0 കിട്ടും. X is 0 plus 0 plus etc. So this is actually equal to n. So മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാം. പ്രീവിയസ് റിസൾട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് ലിമിറ്റ് x tends to infinity p of x by g of x ന്റെ ലിമിറ്റ് എന്ത് കിട്ടി? n. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം.
an പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? ഓൾറെഡി നമുക്കറിയാം ലിമിറ്റ് x tends to infinity g of x, which is limit x tends to infinity x raised to n tends to infinity ആണെങ്കിൽ then റിസൾട്ട് വെച്ചിട്ട് ലിമിറ്റ് x tends to infinity p of x also tends to infinity നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ. ഇനി n നെഗറ്റീവ് ആണെങ്കിൽ ഒന്ന് ഇൻഫിനിറ്റിയോട്ട് പോകും, മറ്റേ മൈനസ് ഇൻഫിനിറ്റിയോട്ട് പോകും. ഓൾറെഡി നമുക്കറിയാം ലിമിറ്റ് x tends to infinity x raised to n goes to infinity, which implies limit x tends to infinity p of x goes to minus infinity. സംശയമുണ്ടെങ്കിൽ ചോദിക്കും. അവിടെ എല്ലിന് പകരം എന്ത് മാത്രമേ വന്നുള്ളൂ? ഇവിടെ an വന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ g of x is equal to x raised to n എന്ന് എടുത്തു. ഇവിടെ nth ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ടാണ് അങ്ങനെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? Is it clear? ക്ലിയർ ആണ് സർ. ഓക്കെ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം സെക്ഷൻ. ഇതിന്റെ തന്നെ നെക്സ്റ്റ് പാർട്ടാണ്. Let p of x be a polynomial. P of x is equal to an x raised to n plus an minus 1 x raised to n minus 1 plus etc. plus a naught. അതുപോലെ limit x tends to minus infinity p of x is equal to infinity if n is even and n is greater than 0. ഇവിടെ തന്നിട്ടുണ്ട് n greater than 0 ആണ്. And limit x tends to minus infinity p of x is equal to minus infinity if n is odd. ചെയ്യാമോ? ഞാൻ ചെയ്യണോ? അത് മുമ്പത്തെ റിസൾട്ട് മാത്രം യൂസ് ചെയ്യുക. So choose g of x is equal to x raised to n. Okay. So if n is even, n even ആവുന്ന കേസിൽ n is even, we know limit x tends to infinity x raised to n x raised to minus infinity x raised to n is equal to infinity എന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മളത് പഠിച്ചാണ് നമ്മൾ തൊട്ടുമുമ്പേ. അതുപോലെ തന്നെ ലിമിറ്റ് x tends to infinity minus infinity p of x by g of x എടുക്കും, which is limit x tends to minus infinity n x raised to n plus etc. plus a naught all divided by x raised to n എടുക്കും. Okay. x raised to n കൊണ്ട് ത്രൂഔട്ട് ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുക. So we get the result as implies limit x tends to minus infinity n x raised to n by x raised to n plus an minus 1
x raised to n minus 1 divided by x raised to n plus etc. a naught by x raised to n. Then split ചെയ്യുമ്പോൾ which implies limit x tends to minus infinity an plus an minus 1 by x plus etc. plus a naught by x raised to n. നമുക്കറിയാം, you know the result, limit x tends to minus infinity 1 by x raised to n is always 0 for all n. Okay, ഇത് 0 ആണ്. Using that result, this becomes an plus 0 plus etc. 0. So this becomes a. It is limit x tends to minus infinity f of x by, p of x by g of x. ഇനി n പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയാം ലിമിറ്റ് x tends to infinity, x tends to minus infinity, x raised to n is equal to infinity ആണ്. So which implies limit x tends to minus infinity, p of x is also infinity whenever n is even. ഇനി n odd ആണെങ്കിൽ ഇതിന്റെ വാല്യൂ നമുക്കറിയാം. ഈ ലിമിറ്റ് x tends to minus infinity, p of x by g of x എപ്പോഴും n കിട്ടത്തുള്ളൂ, n is positive. So using the result, limit x tends to minus infinity, x raised to n is minus infinity, implies limit x tends to minus infinity, p of x is also minus infinity. അവിടെ ഇൻഫിനിറ്റിക്ക് പകരം മൈനസ് ഇൻഫിനിറ്റി ആയിരുന്നു ചൂസ് ചെയ്താലും മതി. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. n പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ട് ലിമിറ്റും സെയിം ആണ്, രണ്ടിന്റെ ലിമിറ്റ് വ്യത്യസ്തമാകും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ആ ലാസ്റ്റത്തെ രണ്ടാണ് ഒന്നുകൂടെ പറയാമോ? ഏത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എക്സ് റൈസ് ടു n തൊട്ട് ലിമിറ്റ് x tends to minus infinity, x raised to n ഇൻഫിനിറ്റി ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ n ഈവൻ ആകുമ്പോൾ നമ്മൾ പ്രീവിയസ് പഠിച്ചാണ്, പ്രീവിയസ് നമ്മൾ തൊട്ട് മുമ്പത്തൊക്കെ ചെയ്തതാണ്. n is equal to നമ്മൾ 2k എടുത്ത് ചെയ്തില്ലേ? ഓക്കെ, സോ അപ്പം ലിമിറ്റ് x tends to minus infinity, x raised to n എന്താണ്? ഇൻഫിനിറ്റി ആകുമ്പോൾ ഈവൻ ആകും. ഇവിടെ p of x by g of x ന്റെ ലിമിറ്റ് എന്ത് കിട്ടി? a എന്ന് കിട്ടി. a എന്തുവാണ്? പോസിറ്റീവ് ആണെന്നുള്ളതാണ് എന്റെ അസംഷൻ. ഇപ്പൊ പ്രീവിയസ് റിസൾട്ട് വെച്ചിട്ട് ഇത് ഇൻഫിനിറ്റിയോട്ട് പോവുകയാണെങ്കിൽ p of x ന്റെ ലിമിറ്റ് പോകണം, ഇൻഫിനിറ്റിയോട്ട് പോകണം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഇത് n is equal to 2k plus 1 ന്റെ കേസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് x tends to minus infinity, x raised to n. ഇവിടെ ഇതാണ് g of x, ഇതാണ്. ഇത് മൈനസ് ഇൻഫിനിറ്റിയോട്ട് പോകുന്നു. an പോസിറ്റീവ് ആണെങ്കിൽ അതേ റിസൾട്ട് വെച്ച് തന്നെ രണ്ടിന്റെ ലിമിറ്റ് സെയിം ആയിരിക്കണം എന്നുള്ള അസംഷൻ മാത്രമേ ഉള്ളൂ. ഇൻഫിനിറ്റി ആണെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കണം, മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അതേ റിസൾട്ട് വെച്ച് തന്നെ ലിമിറ്റ് x tends to minus infinity, p of x എന്തായിരിക്കണം? മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കണം. കാരണം p of x by g of x ലിമിറ്റ് a എന്നാണ്, അതെപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. So both of them should go to the same part of limit. Clear? നിങ്ങളുടെ പുസ്തകത്തിൽ ഈ മൈനസ് ഇൻഫിനിറ്റിയുടെ കേസ് തന്നിട്ടില്ല, പക്ഷേ അതങ്ങനെ തന്നെയാണ്. ഓക്കെ, പ്ലസ് ഇൻഫിനിറ്റിയോട്ട് പോവാണെങ്കിൽ രണ്ട് ഇൻഫിനിറ്റിയോട്ട് പോകും, മൈനസ് ഇൻഫിനിറ്റിയോട്ട് പോവാണെങ്കിൽ രണ്ട് മൈനസ് ഇൻഫിനിറ്റിയോട്ട് പോകും. കാരണം പോസിറ്റീവ് ആണ് ആ റിസൾട്ട്. ക്ലിയർ? ക്ലിയർ ആണ് സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള എക്സസൈസ് പ്രോബ്ലം ആണ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ. Let p of x be a polynomial of degree n as given, നമുക്ക് മുമ്പേ തന്നെ, and n is negative. Prove that if x tends to minus infinity, p of x is equal to infinity, and limit x tends to minus infinity, p
g of x is equal to this is minus infinity if n is even. Okay. This is plus infinity, n is odd. Okay. n നെഗറ്റീവ് ആണ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. n നെഗറ്റീവ് ആണ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. So use that argument. Okay, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. എന്തെടുത്താൽ മതി? g of x is equal to എന്തെടുത്താൽ മതി? x raised to n എടുത്താൽ മതി. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Otherwise I will stop. എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ you can ask me right now.